ആ വീഡിയോസ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോയിലേക്ക് വരാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ആപ്പിൻ്റെ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഹായ്, അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ അടുത്ത വീഡിയോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ അവയർനെസ് ക്യാമ്പയിന്, അതേപോലെ ട്രാഫിക് ജനറേറ്റ് ചെയ്യാനുള്ള ക്യാമ്പയിന്, അതേപോലെ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. എല്ലാം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരേ രീതി തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്നത് ആപ്പ് പ്രൊമോഷനാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കുറേ ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അതായത് ആ ആപ്പ് കുറേ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആപ്പ് പ്രൊമോഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതിൽ ഗൂഗിൾ ആഡ്സിൻ്റെ. ഗൂഗിൾ ആഡ്സിൽ ആപ്പ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് വരുന്നത് ഒന്ന് ഗൂഗിളിൻ്റെ തന്നെ പ്ലേ സ്റ്റോറിൽ അഡ്വർടൈസ്മെൻറ്റ് വരും, യൂട്യൂബിൽ അഡ്വർടൈസ്മെൻറ്റ് വരും. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലേക്കാണ് എന്ത് ചെയ്യുക, ഗൂഗിൾ ആഡ്സ് വെച്ച് നമ്മളൊരു ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാം. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ പ്ലേ സ്റ്റോറിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ആപ്പിൻ്റെ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ നോക്കിയ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് റണ്ണ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് മാനേജർ എടുക്കണം. ടാഗ് മാനേജർ എടുക്കുമ്പോൾ ഈ ഒരു ഇതെടുക്കുക, അതായത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പേജിലേക്ക് കിടക്കുക. ഈ ഒരു പേജിലേക്ക് കിടക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആപ്പ് പ്രൊമോഷൻ. അപ്പോൾ ആപ്പ് പ്രൊമോഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, എടുക്കുക. ആപ്പ് പ്രൊമോഷൻ എന്നുള്ളത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ത്, മാനുവൽ ആപ്പ് പ്രൊമോഷൻ. അതായത് നമ്മൾ മാനുവലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആപ്പ് പ്രൊമോഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ്. എന്നിട്ട് താഴത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റത്തെ പേജിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു പേര് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു പേര് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് വരാം. ഇത് നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി കാര്യങ്ങളാണ്, അതിവിടെ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അങ്ങനെ ആവശ്യമായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉറപ്പായിട്ടും എന്ത് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. അതെന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് എന്തായാലും കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഒബ്ജക്റ്റീവ് അറിയാം, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ അറിയാം, നമ്മൾ ആപ്പ് പ്രൊമോഷനാണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് അത് നമ്മൾ ഇനി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ബഡ്ജറ്റ് അറിയാം. ബഡ്ജറ്റ് നമ്മളെന്ന് പറയുമ്പോൾ ഡെയിലി ബഡ്ജറ്റ് നമുക്ക് വരും, അതേപോലെ ലൈഫ് ടൈം ബഡ്ജറ്റും വരും. ഇപ്പോൾ ഡെയിലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർ ഡേ എത്ര രൂപയാണോ ചിലവാക്കാൻ പറ്റുക, ആ ഒരു പൈസയ്ക്ക് ആഡ് റണ്ണ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500 ഇപ്പോൾ നമ്മളിവിടെ കൊടുത്ത്, ഇപ്പോൾ 500 നമ്മളിപ്പോൾ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം 500 രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഡെയിലി സ്പെൻഡ് ആവുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 875 രൂപയാണ് മാക്സിമം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ GST ഉൾപ്പെടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു വീക്കിലി നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3500. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതിൻ്റെ താഴത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈഫ് ടൈം ബഡ്ജറ്റ് ആക്കി എന്ന് വിചാരിക്കാം. ലൈഫ് ടൈം ബഡ്ജറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5000 ആണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്. അപ്പോൾ നമുക്ക് 5000-നാണ് നമ്മൾ ഈ ആഡ് റണ്ണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5000-ൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് റൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 5000 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്യാമ്പയിൻ ബിഡ് സ്ട്രാറ്റജി എന്നുള്ള ഹൈ വോളിയം അതൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തോളി. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും iOS
ആപ്സിനുള്ളത് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിലുള്ള ആപ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആഡ് റൺ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ നമുക്കിവിടെ അറിയാം ABC ടെസ്റ്റ്, അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ABC ടെസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണ് നമുക്കിപ്പോൾ കമ്പയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴത്തെ ആപ്പ് സ്റ്റോർ ഉണ്ട്, അതേപോലെ ആപ്പ് സ്റ്റോർ ഫോർ ഐപാഡ് ഉണ്ട്, അതേപോലെ വിൻഡോ സ്റ്റോർ ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ക്യാൻവാസ് ഉണ്ട്, അതേപോലെ ആമസോൺ ആപ്പ് സ്റ്റോർ ഉണ്ട്, ഗെയിംസ് ഉണ്ട്, മെറ്റ കോസ്റ്റ് ആപ്പ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങളെ ആപ്പ് ഏതിലാണുള്ളത് അതനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, കോപ്പി ആക്കുക. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ആമസോൺ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡിനെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യുക. ലിങ്ക് പ്ലേ സ്റ്റോറിലേക്ക് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് തന്നെ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗൂഗിൾ എടുത്തിട്ട് അതിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ വരും. എന്നിട്ട് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പിൻ്റെ പേരടിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടോ, നമ്മുടെ ആപ്പ് ഏതാണോ അത് നമുക്ക് വിസിബിളായി വരും. അപ്പം നമ്മൾ അത് ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും, അതായത് പെർഫോമൻസ് ഗോൾ, അതായത് നമ്മളെ പെർഫോമൻസ്, അതായത് ഇപ്പോൾ ഉണ്ട് മാക്സിമൈസ് നമ്പർ ഓഫ് ആപ്പ് എവൻറ്റ്. ഓക്കെ, ആപ്പിൻ്റെ എവൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ക്യാമ്പയിൻ റണ്ണ് ചെയ്യേണ്ട ഒരു ഡേറ്റും അതേപോലെ ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഡേറ്റും, അത് രണ്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാനായിട്ട് സാധിക്കും ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യ ഫുള്ള് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അതല്ല കേരളം മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് കേരളം മാത്രമായിട്ടും എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ സേവ് ഓഡിയൻസ്, അതേപോലെ സേവ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മൾ കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതിന് മുന്നേ നമ്മളെ ഫേസ്ബുക്കിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളോട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മാത്രം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും വീഡിയോസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അത് എങ്ങനെ ഒരു കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഇവൻ്റ് എടുക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വരിക. അവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേര് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒരു പേര് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും പാർട്ട്ണർഷിപ്പായിട്ട് നമ്മളപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ള ഒരു സംഭവം ഉണ്ട്, അതെന്ത് ചെയ്യുക, അത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് പേജ്, അതായത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പേജ് ഉണ്ടാവും. അപ്പോൾ ആ പേജ് ഏതെങ്കിലും ഒരു പേജ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ആപ്പിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ക്രിയേറ്റ് ആഡ്, അതേപോലെ എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുക അത് നിങ്ങളുടെ ഐഡിയക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ
ആ പോസ്റ്ററിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ആഡ് റൺ ചെയ്യാൻ പറ്റും. അതല്ല പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു ആഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ അറിയാനായിട്ട് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് മാനുവൽ അപ്ലോഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിട്ട് നേരെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീഡിയ എന്നുള്ള ആഡ് മീഡിയ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഇമേജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളിവിടെ തൽക്കാലം നമ്മളിപ്പോൾ ഒരു ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ പക്ഷെ ആ ഒരു ഫോട്ടോ നമ്മൾ ഈ ഒരു ക്യാമ്പയിനായിട്ട് ബന്ധമല്ല, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താ ഇൻസ്റ്റാൾ നൗ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു ഡീപ്പ് ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഓപ്ഷണലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഇവിടെ വരുന്ന സമയത്ത് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബട്ടൺ കൊടുക്കാം. നമുക്കിപ്പോൾ ഷോപ്പ് നൗ, അതേപോലെ ബുക്ക് നൗ, ഡൗൺലോഡ്, ഇപ്പോൾ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഡൗൺലോഡ്, നമ്മുടെ ആപ്പ് പ്രൊമോഷൻ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അത് ഏത് രീതിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അപ്പം ഇങ്ങനെയാണ് ആപ്പ് പ്രൊമോഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്കൊരു ആപ്പ് പ്രൊമോഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഇവിടെ നമ്മൾ അക്കൗണ്ട് എറർ, ഇതിൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് എറർ എന്നുള്ളത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ആഡ് എന്ത് ചെയ്യുക, റൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി, നമ്മളതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ അടുത്ത ഒരു ക്യാമ്പയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ കീപ്പ് വാച്ചിങ്.